നിങ്ങൾ ഈ കണ്ട വീഡിയോ ക്ലിപ്പില് ശംഖൂതിക്കൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹമാണ്, അല്ലെങ്കിൽ ആ പരനാറിയാണ് ബാലരാമപുരത്തെ ആ ഒരു പിഞ്ചിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ഹരികുമാർ. ഇപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോതിഷനൊക്കെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു ഹരികുമാർ കുറച്ചു കാലം നിന്നു. അതിനുശേഷം ഈ ഒരു ലേഡി, അതായത് ഈ ഹരികുമാറിന്റെ സഹോദരിയായിട്ടുള്ള ലേഡിയും ഹരികുമാറും കൂടെയും ഈ ഒരു ജോൽസിന് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം ആ ഒരു ജോൽസിന്റെ കൂടെ 2021 ഒരു ചെറിയ ഒരു പൂജയോ പരിപാടി അങ്ങനെ എന്താണ്ടൊക്കെ ചെയ്തപ്പോഴുള്ള ഒരു ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി. പ്രത്യേകിച്ച് ഇന്ന് വാർത്താ ചാനലിലൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് വെച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് എനിക്ക് കണക്റ്റഡ് ആണെന്ന് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ലേഡി, ഈ ഒരു പിഞ്ചിന്റെ അമ്മയായിട്ടുള്ള ശ്രീതു എന്ന് പറയുന്ന ലേഡി ഇപ്പൊ വന്നിട്ട് 36 ലക്ഷം രൂപ ഏതോ ഒരു ജോത്സ്യന്, ഇപ്പൊ ഈ പറയുന്ന വാട്ടവോ ലൈക്ക് ആ ഒരു സുന്ദരന് കൊടുത്തു. അപ്പം അയാൾ ഇപ്പൊ വന്നിട്ട് ന്യൂസ് ചാനൽസിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്നും തന്നിട്ടില്ല, ഞാൻ പാപം, ഞാൻ എന്താ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ വോട്ടവോ എന്തൊക്കെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഒരു ലേഡിയുടെ ഭാഗത്താണ് ലൈക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ. കാരണം കഴിഞ്ഞ ദിവസം ആ ഒരു പിഞ്ച് പോയ ആ ദിവസം പോലീസ് സ്റ്റേഷനിലൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു തുള്ളി കണ്ണുനീരില്ല ആ ഒരു സ്ത്രീയുടെ മുഖത്ത്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ഒരു സംശയം തോന്നും. പിന്നെ ഈ ഒരു ദേവാനന്ദൻ എന്ന് പറയുന്ന ഇപ്പൊ ഈ ഒരു ഈ ജോത്സ്യനൊക്കെ ഇതിനകത്തൊക്കെ വലിഞ്ഞ് വീഴാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിനെ ഒന്ന് വഴിതിരിച്ച് ഒരു ദൈവഭക്തി ആ ഒരു പരിപാടിയിലേക്ക് ട്രാക്ക് ഒന്ന് മാറ്റി വിട്ടു കഴിഞ്ഞാൽ കുറച്ച് നാൾ അതിന്റെ പുറകെ പോലീസുകാർ പൊക്കോളൂല്ലോ. ചിലപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ലോകം മൊത്തം കടം മേടിച്ച്, അല്ലെങ്കിൽ ലോകം മൊത്തം എന്ന് ഞാൻ പറയുന്നില്ല, ആ നാട് മൊത്തവും കടവും മേടിച്ച് നടക്കുന്ന ഒരു സ്ത്രീ ഇയാൾക്ക് 36 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയിൽ നിന്ന് അയാൾ 36 ലക്ഷം രൂപ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. കുട്ടി ജനിച്ചതിന് ശേഷം സഹോദരിക്ക് തന്നോടുള്ള ശ്രദ്ധ കുറഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതിയും അമ്മാവനുമായ ഹരികുമാർ പോലീസിനോട് വ്യക്തമാക്കിയത്. കുട്ടിയുടെ അമ്മയുമായി ശാരീരിക ബന്ധം പുലർത്തിയിരുന്നു എന്ന വിവരവും പുറത്തുവന്നു. കുട്ടിയെ ഒഴിവാക്കാനാണ് കൃത്യം നടത്തിയതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഏതൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം വേറൊന്നുമല്ല, സഹോദരനും സഹോദരിയും അവര് തമ്മിലാണ് ഒരു വഴിവിട്ട ബന്ധം. ഇപ്പം ആ ഒരു സ്ത്രീയും ഈ ഒരു സഹോദരന്റെ ഏതെങ്കിലും ഒരു സുഹൃത്തുമായ ഒരു വഴിവിട്ട ബന്ധം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അതിശയപ്പെടാനൊന്നും പോകുന്നില്ല. കാരണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പൊ കുറെ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ഇങ്ങനെ വഴിവിട്ട ബന്ധം, അതിന്റെ പേരിൽ അവനെ മെന്റലി പ്രശ്നമാണെന്നൊക്കെ പല ആളുകൾ ഇപ്പൊ പറഞ്ഞു വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിയെ നല്ല രീതിയിൽ, ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നു അവന് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാന്ന്. ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്സും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത് ഈ മെന്റലി പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് കുറച്ചു കാലം മാധ്യമ പ്രവർത്തകരുടെ ഈ ന്യൂസ് ചാനൽസിലും അതുപോലെ തന്നെ കോടതിയിലും ഒക്കെ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവന് ചെറിയ എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് ഇവനെ വെറുതെ വിടും. അതായിരിക്കും സംഭവിക്കുന്നത്. ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിക്കും ചിലപ്പോൾ ആ ഒരു ലേഡിക്കും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടായിരിക്കും അവരിപ്പോ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇവിടുത്തെ പോലീസുകാരാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ആണെങ്കിലും ഈ ഒരു ഗെയിമിലെ വെറും കളിപ്പാവകളായിരിക്കാം. അവർക്കറിയാം. അതുകൊണ്ടായിരിക്കാം നേരത്തെ തന്നെ ഇവനിങ്ങനെ മെന്റലി പ്രശ്നമുള്ള ഒരുത്തനായിട്ട് ഇവനെ ക്രിയേറ്റ് ചെയ്തെടുത്ത്, ഇവനെ പേഴ്സണലി അറിയാവുന്ന എല്ലാവരും പറയുന്നു ഇവൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ആളുകളുടെ ഇടയിൽ ഇവനെ ഒരു മെന്റലി ഇച്ചിരി പ്രശ്നമുള്ള ഒരുത്തനാക്കി എടുത്ത് അവൻ ആ ഒരു കുഞ്ഞിനെ ചിലപ്പോൾ അവനെ കൊണ്ട് ആ ലേഡി ചെയ്യിപ്പിച്ചതായിരിക്കാം. മനസ്സിലായില്ലേ? ഇവരുടെ ഒരു റിലേഷനിൽ ചിലപ്പോൾ ആ ഒരു കുട്ടി ഒരു ഭാരമായി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ ഇല്ലാതാക്കിയതായിരിക്കാം. അത്രയ്ക്കും സ്നേഹമേ ആ കുട്ടിയോട് ആ ഒരു മാതാവിന് ഉണ്ടായിരുന്നിരിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കാം, എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അല്ലാതെ ഇവൻ ഒറ്റയ്ക്ക്, ഇപ്പോ ഇവനെ പേഴ്സണലി അറിയാവുന്നവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവന് ആദ്യമൊക്കെ ഭയങ്കര ഞാൻ കൊന്നു, പോലീസുകാരോടൊക്കെ ആ രീതിയിലൊക്കെ സംസാരിക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പൊ വന്നിട്ട് അവനെ, നിങ്ങൾ വാർത്താ ചാനലുകളിലെ ന്യൂസ് ഒക്കെ വരുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവനെ കാണിക്കുമ്പോഴൊക്കെ അവൻ കരഞ്ഞുകൊണ്ടൊക്കെ അവൻ വരുന്നത്. കാരണം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇത് അവന്റെ പോയി. ഇപ്പോഴാണ് അവൻ ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു വ്യാപ്തി അറിയുന്നത്. അപ്പൊ അവന് പേടിയായി തുടങ്ങി.
പക്ഷെ എങ്കിൽ തന്നെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന് ഓരോ ദിവസം ഇവന്റെ മൊഴി മാറ്റിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ല? അതാണ് പോലീസുകാർക്ക് ഒരു ഡൗട്ട്, ഇവന് മെന്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇതൊക്കെ അവൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലോ, അങ്ങനെയും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ ഇവൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലോ, ഇങ്ങനെ പോലീസുകാർക്ക് തോന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചവിട്ടിയാൽ അതിന്റെ പേരും പറഞ്ഞ് എനിക്കൊരു ഇളവ് കിട്ടും ഈ ഒരു കേസിൽ. ഇത് ആ ലേഡിയും നേരത്തെ കണ്ട് ഇവനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുന്നതാണെങ്കിലോ, നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കണേ. എന്താണെങ്കിലും കണ്ടല്ലോ നിങ്ങള് സഹോദരനും സഹോദരിയും. ബാക്കി ശ്രീജ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെ ഈ കേസ് അന്വേഷണത്തിന് ഇനി ആവശ്യമായുണ്ട്. കാരണം പ്രതി ഹരികുമാറിന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. മൊഴി മാറ്റി മാറ്റി പറയുന്ന രീതിയാണ്. മാത്രമല്ല, നമ്മൾ ആ നാട്ടിൽ അന്വേഷിക്കുമ്പോഴും ആ തരത്തിൽ തന്നെയാണ്. കൃത്യമായി എഴുതാനോ വായിക്കാനോ പോലും അറിയാത്ത തരത്തിലുള്ളൊരു സ്വഭാവ രീതിയുള്ള ആളാണ്. നേരത്തെ പലയിടങ്ങളിലായി ജോലി ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്താണ് ഏതാണ്ട് 1.5 വർഷത്തോളം ഈ ജോത്സ്യനായ ശംഖുമുഖം ദേവിദാസിന്റെ വീട്ടിൽ ജോലിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയമാണ് ജോത്സ്യൻ ഈ കുടുംബവുമായി അടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു കണ്ടെത്തൽ എത്തി നിൽക്കുന്നത് ഈ സഹോദരനും സഹോദരിക്കും ഇടയ്ക്കിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു, ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന നിലയിലാണ്. ഇവരുടെ വാട്സപ്പ് ചാറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പരിശോധിക്കണം. അവിടെയും ഈ വാട്സപ്പ് ചാറ്റിൽ ഇയാൾ എന്താണ് അയച്ചത് എന്നത്, അല്ലെങ്കിൽ സഹോദരിയാണോ ഇയാൾക്ക് ഈ സന്ദേശങ്ങൾ അയച്ചിരുന്നത് എന്ന കാര്യം, കുട്ടി റൂമിലുണ്ട്, വാതിൽ തുറന്നു കിടപ്പുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ വാട്സപ്പ് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി, ഈ കുഞ്ഞ് ജനിച്ച ശേഷം തന്നിലുള്ള സഹോദരിയുടെ ശ്രദ്ധ കുറഞ്ഞു, അത് വൈരാഗ്യമായി മാറി, അങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ അന്ധവിശ്വാസത്തിന്റെ എന്തെങ്കിലും ഘടകങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ എന്നതും പരിശോധിക്കണം. കാരണം കുട്ടിയുടെ തല മുണ്ഡനം ചെയ്തിരുന്നു. ഈ സഹോദരന്റെയും സഹോദരിയും, അതായത് കുട്ടിയുടെ അമ്മയുടെയും അമ്മാവന്റെയും തലകൾ പിന്നീട് മുണ്ഡനം ചെയ്തു. ഇരുവരും അങ്ങനെ ഈ തല മുണ്ഡനം ചെയ്തത് ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിലാണോ, ജോൾസൺ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിരുന്നു എന്ന കാര്യം അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ജോത്സ്യന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ജോത്സ്യൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട്, ഈ വ്യക്തിയെ എനിക്ക് അറിയാം, ഹരികുമാറിനെ എനിക്കറിയാം, അയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു 2021. അതിനുശേഷം ഇയാൾക്ക് മെന്റലി എന്തൊക്കെയോ പ്രശ്നം തോന്നി എന്നാണ് ഇദ്ദേഹം, ഈ ഒരു ജോത്സ്യൻ പറയുന്നത്. അതിനുശേഷം ഞാൻ അവനെ പറഞ്ഞു വിട്ടു. അതല്ലാതെ ഈ ഒരു കുടുംബവുമായിട്ടോ ഇവരുടെ നിന്ന് പൈസ മേടിച്ചു എന്ന് പറയുന്നതായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പോലീസുകാരൊന്ന് അന്വേഷിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ പറയുന്നതിനകത്ത് കുറെ കാര്യങ്ങൾ ഒന്ന് സോൾവ് ചെയ്ത് കിട്ടും. അതായത് ഇവർ ഈ അന്ധവിശ്വാസം, ഇപ്പൊ മാധ്യമങ്ങളാണെങ്കിലും ശരി, അന്ധവിശ്വാസത്തിന്റെ കാര്യവും പരിപാടിയൊക്കെ പിടിച്ചിടുന്നുണ്ട്. ഇത് മാധ്യമങ്ങളെ കൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് തള്ളി വിടാൻ വേണ്ടി ഈ ഹരികുമാറും ഈ ഒരു പെങ്ങളും ചെയ്തൊരു, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റോറി ബേസ് ചെയ്ത് പോകുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ തലമുണ്ടനം ചെയ്തു ഇവര്, അതെ, ആ കുട്ടിയുടെ ആണെങ്കിലും ശരി, ഹരികുമാറിന്റെ ആണെങ്കിലും ശരി, ഈ വൈഫിന്റെ ആണെങ്കിലും ശരി, 3 പേരുടെയും മുടിയൊക്കെ മുട്ട അടിച്ച ആ ഒരു രീതിയിലാണ്, ഇപ്പൊ ചെറിയ കുറ്റിമുടിയൊക്കെ ആയിട്ടാണ് അവർക്ക് ഇരിക്കുന്നത്. സോ അതിനെയും ഈ ഒരു ജോത്സ്യൻ പറഞ്ഞിട്ടാണെങ്കിൽ അയാളും പെടണം, അയാളെയും പൊക്കണം. ഇതിനകത്ത് അയാൾക്ക് വേറെ എന്തെങ്കിലും കയ്യോ കണക്കോ എന്തെങ്കിലും പരിപാടികളോ ഉണ്ടെങ്കിൽ. അതല്ല എങ്കിൽ ഇവരിത് മനഃപൂർവ്വം ഈ ഒരു ട്രാക്ക് മാറ്റി, ഈ ഒരു എന്താണ് ഭക്തിമാർഗം വിട്ടു കഴിഞ്ഞാൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയിലേക്ക് തള്ളാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് പോലീസുകാർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ചാറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വാട്സപ്പ് ചാറ്റിൽ ഇപ്പം ലേഡി ആണെങ്കിലും ശരി, അവൻ പറഞ്ഞാലും ശരി, കുഞ്ഞുറങ്ങുക, മറ്റേ സംഭവം കുഞ്ഞുറങ്ങുക, പിന്നെ വാ ചേട്ടാ, ആ ഒരു മോഡാ. ഒന്ന് ആലോചിച്ചേ നിങ്ങള്. ഞാൻ വീണ്ടും എനിക്ക് മനസ്സിൽ വരുന്ന ഫസ്റ്റ് തോട്ട് ഇതായി, ഏത് കാലഘട്ടത്തിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അവിഹിതങ്ങളൊക്കെ ഓക്കെ ഉണ്ട് ഇവിടെ, അതിനകത്തൊന്നും ഞാൻ മറ്റേ കൈയിട്ടിളക്കാനൊന്നും വരുന്നില്ല, കൈയിട്ട് നാറ്റിക്കാനോ ഒന്നും ഞാനില്ല. പക്ഷെ ഇത് അവിഹിതമാണോ? ഇതിനെ അവിഹിതമൊന്നും അല്ല പറയേണ്ടത്. ഇതിനെ പറയേണ്ടത് എനിക്ക് വരുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല പൊതുവായിട്ട് ഒരു എന്താണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന്. അതുപോലത്തെ ഒരു പരിപാടിയല്ലേ ഇപ്പൊ ഈ നടക്കുന്നത്. സ്വന്തം സഹോദരനും സഹോദരന്റെ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കാണുള്ളൂ കേട്ടോ. ഇതൊക്കെ വേറൊരു നാട്ടിൽ, ഇപ്പം നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നുണ്ട്, കൊച്ചു കുട്ടികളെ അങ്ങനെ പലതും. പക്ഷെ ഈ വേണ്ട, ഞാൻ അതിനകത്തോട്ട് ഇനിയും പോകുന്നില്ല. ഇനിയും എനിക്ക് വയ്യ അത് പറയാനായിട്ട്. ഈ ഒരു ഹരികുമാറിന്റെ ഒരു സുഹൃത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈ കേട്ട ക്ലിപ്പിൽ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇയാൾക്ക് മാനസിക നില ഇയാളുടെ കുറച്ച് പ്രശ്നമാണെന്നുള്ള രീതിയിലൊക്കെ ഈ വാർത്തകളിൽ മിക്കതിനകത്തും വരുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ഇയാളുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിനെ നമുക്കിനി ഒന്ന് കാണാം. ആനന്ദുവിന് എന്ത് തോന്നുന്നു, ഇത് ഹരികുമാർ ചെയ്യൂ, അങ്ങനെ ചെയ്യുന്ന
പ്രകൃതക്കാരനാണോ? ഇല്ല സാർ, അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യില്ല. ഒരു 100-150% ഉറപ്പാണ്. അവൻ അങ്ങനെ ഒരു മൈൻഡിൽപ്പെട്ട ആളല്ല. നമ്മൾ സ്കൂളിൽ ഞാൻ നേഴ്സറി വിട്ട് 10 വരെ അവൻ്റെ കൂടെയാണ് ഞാൻ പഠിച്ചത്. ഒരു ബെഞ്ചിലിരുന്നാണ്. നമ്മൾ ഡാന്ന് വിളിച്ചാൽ അവന് തിരിച്ച് ഒന്നും പ്രതികരിക്കില്ല, തിരിഞ്ഞങ്ങ് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡുള്ള പയ്യനായിരിക്കണം. അങ്ങനെയുള്ള പയ്യനൊന്നും അല്ല. പക്ഷെ ഇങ്ങനെ എന്താണ് സംഭവിച്ചത് ചിലപ്പം എനിക്കറിയില്ല, അത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഏതാണെന്നും. പക്ഷെ അവൻ അങ്ങനെ ചെയ്യില്ല. എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ മരിച്ചു, ഈ ഇടയ്ക്ക് 16 ആയിരുന്നു. ഇപ്പോൾ എന്നെ വന്ന് കണ്ടു, ഞാൻ സംസാരിച്ചിട്ടാണ് പോയത്. അപ്പോഴും നല്ല ക്രൂർ മൈൻഡിലാണ് സംസാരിച്ചത്. എപ്പോഴും സംസാരിക്കുമ്പോഴാണ് സംസാരിച്ചത് തന്നെ. കുഞ്ഞിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചു 16 മുമ്പേ 7-8 ദിവസം കഴിഞ്ഞിട്ട് അവർ റോഡിലെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് റോഡിൽ നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പോഴൊന്നും വേറെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ അവിടെ കൈ കാണിച്ചു, ഞാൻ അങ്ങ് പോയി. അവൻ റോഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മെസ്സേജൊക്കെ അയച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മയാണ് പറയുന്നത്. നമ്മളൊരു പേപ്പറിൽ ആ എന്ന് എഴുതി കൊടുത്താൽ അതിനെ തിരിച്ചെഴുതാൻ പറഞ്ഞാൽ പോലും അവനറിയില്ല. അങ്ങനത്തെ ഉള്ളൊരു പയ്യനാണ്. എന്ന് പറഞ്ഞാൽ അവന് അക്ഷരം അറിഞ്ഞുകൂടാ. ഇതിലെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും? അങ്ങനെയാണെങ്കിൽ ഇതിൽ സംഭവിച്ചിട്ടുള്ള ഒന്നേ ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരിക്കും. അവന് മറ്റേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ IID ലിസ്റ്റിലൊക്കെ അവന് പേരുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് അവർ നോക്കുന്നത് അവൻ അങ്ങനെ ഇവൻ്റെ പേരിൽ തന്നെ നിൽക്കട്ടെ, ആണെങ്കിൽ അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് എനിക്ക് പൂർണ്ണമായ ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ചെയ്യിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ അമ്മയായിരിക്കും. എന്താ അങ്ങനെ സംശയിക്കാൻ കാരണം? അങ്ങനെ സംശയിക്കാൻ കാരണം ഇപ്പോൾ അമ്മയ്ക്ക് കൊച്ചു മരിച്ചതിൻ്റെ അന്ന് നമ്മൾ പോയപ്പോൾ അവർക്ക് ഒരു സ്വന്തം പ്രസവിച്ച അമ്മയല്ലേ. അപ്പോൾ എന്തായാലും ഒരു കരച്ചിലും ഒരു തുള്ളി കണ്ണീരെങ്കിലും വരില്ലേ ഇങ്ങനെ സംഭവം അറിഞ്ഞപ്പോഴേ. ഈ ഹരികുമാറിന് ചില മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. നിങ്ങളെ ചെറുപ്പം മുതൽ അറിയാം, അയൽവാസിയാണ്, കൂട്ടുകാരനാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളടുത്ത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളടുത്ത് നല്ല സ്നേഹമാണ്. വേറെ ഒരു കുഴപ്പം നമുക്ക് ദേവോദ്രവോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയല്ല, എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? നമുക്ക് തോന്നിയിട്ടില്ല. സുഹൃത്താണ്. വളരെ ചെറുപ്പം തൊട്ട് ഒന്നിച്ച് പഠിച്ച് 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ഒരു സുഹൃത്താണ് ഇപ്പൊ പറയുന്നത്. പുള്ളിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷവും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവരെ കാണുകയും എല്ലാം ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി അവര് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഹരികുമാറിന്റെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഇവര് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതുവരെയായിട്ടും, ഏറ്റവും അടുത്ത സുഹൃത്താണ് പറയുന്നത്, പുള്ളിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല ഹരികുമാറിന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്ന് അയാൾ പറയുന്നു. വേറെ ഏതൊക്കെയോ നാട്ടുകാരും പിന്നെ ഈ ഒരു മറ്റേ പുള്ളിയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ദേവാനന്ദന ജ്യോതിഷൻ, ഇവരൊക്കെയാണ് പറയുന്നത് അയാൾക്ക് മെന്റലി എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്ക് തോന്നിയിട്ടേയില്ല. ഇതിലേത് നമ്മൾ വിശ്വസിക്കും? അതാണ് എനിക്കും നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് അവിടെയാണ്. ഇതിലേത് നമ്മൾ വിശ്വസിക്കും? പിന്നെ ആ പയ്യൻ പറഞ്ഞ ഒരു കാര്യം മാത്രം, ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ആ മാതാവിന്റെ കാര്യം. അവര് എങ്ങനെ ഒരു സ്ത്രീക്ക് പറ്റുന്നു? സ്വന്തം കുഞ്ഞു മരിച്ചിട്ട് ഒരു തുള്ളി കണ്ണീര് പോലും ഇല്ല. അവിടെയാണ് ആ ഒരു സ്ത്രീയെ എല്ലാവർക്കും ഒരു സംശയ കണ്ണോടുകൂടി നോക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനകത്ത് എന്തോ ഒരു പങ്ക് അവർക്കുണ്ട്, ഇല്ലാഴികയൊന്നുമല്ല. ചിലപ്പോൾ അവര് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കണക്കാക്കാം. ചിലപ്പോൾ അവര് പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു പരിപാടി ചെയ്തത്. എന്നിട്ട് മെന്റലി അവന്റെ ഈ ഒരു പ്രശ്നവും പിന്നെ മറ്റേ ദൈവത്തിന്റെ പരിപാടി എല്ലാം കൊണ്ടൊന്ന് കുഴച്ച് മറച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും, കുഞ്ഞില്ല, പിന്നെ 2 പേരും ഹാപ്പി. ആ ഒരു പരിപാടിക്ക് വേണ്ടി ആയിരിക്കാം, അറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അത് തെളിയണം. ഇനി ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് സഹോദരനും സഹോദരിയുടെ കുഞ്ഞിനെ ഇല്ലാതെയാക്കി അവരുടെ സോക്കേടിന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ കൂടി ചെയ്യുക.